രാവേട്ടാ ഇന്നലെ എന്താ ഭാര്യ സമയത്ത് ചോറ് തന്നില്ലേ? ഉച്ചക്ക് പോയിട്ട് വൈകിയാണല്ലോ വന്നത്. ഇവിടെ കളിക്ക് ഞാൻ എത്രേനെ കാത്തിരുന്നു ഇവിടെ. ഞാൻ ലേശാണ് പശുവിനെ കറക്കണ്ടേ, അത് കറക്കണ്ടേ? ശീതളാ അടിക്കാണ്ട് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? മറ്റുള്ള നേരത്തെ കളിക്കട്ടെ. എപ്പോഴും എന്ന് പറഞ്ഞാ അവക്ക് പെൻഷൻ ഇല്ലേ? പിന്നെ തരുന്നില്ല ഒന്നും. ഞാൻ തന്നില്ലേ? അത് തന്നിട്ട് എന്താ അന്ന് കുടിച്ചില്ലേ? നീ വെറുതെ ഇങ്ങനെ മണമുണാന്നിരുന്നിട്ട് കാര്യമില്ല. ഈ കള്ളും കുടിച്ച് ചീട്ടുകളിയും കണ്ടിരുന്നിട്ട് അവിടെ പോയി തിരിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല. അവരെ സന്തോഷിപ്പിക്കണം. എന്നാലേ കിട്ടണം മേടിച്ചെടുക്കാൻ പറ്റിച്ചിട്ടേ. നമ്മളവിടെ പണിക്കര ഇത് ഗ്രൗണ്ടില്ലേ? പോലീസല്ല അവിടെ ഒരു വണ്ടി ഇങ്ങനെ കൂടിയൊരു കാറ് അത് ചെടിയിലോട്ട് പോന്നു പോയി. അവിടെ കിടക്കട്ടത്? അത് കിടക്കട്ടെന്നല്ല, അതിന് വകുപ്പുണ്ട്. അത് തള്ളി കരയിൽ എത്തിച്ചു കൊടുത്തല്ലേ 5000 രൂപ. 5000 രൂപ എന്നോട് പറഞ്ഞു. 5000 രൂപ ആളെ സെറ്റാക്കി ഉറപ്പിച്ച് വന്നിട്ട് പിടിക്കാം. 5000 രൂപ കിട്ടൂലേ? ചെരുപ്പെടുക്കട്ടെ നടന്നോ. രൂപ 5000 നീ വന്നേടാ. ഞാൻ പറഞ്ഞില്ല. എടാ എല്ലാവർക്കും കൂടി എടുത്തൂടെ? രാവേട്ടാ ഇത് നടക്കൂല. അവന് പെണ്ണുമ്പുള്ള പെൻഷൻ ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് തന്നെ നീ അത് മേടിച്ച് തിന്നോടാ. എല്ലാം ശരിയാവുന്നു പറഞ്ഞ അമ്മാവ് നടത്തിയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ആ ഫാമിലി പെൻഷൻ കിട്ടണോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണു. അന്വേഷിച്ച് നോക്കിയപ്പോ നല്ല കുടുംബം, ഗൾഫിലെ ജോലി, നല്ല സ്വഭാവം, 2ാം ഘട്ടമാണെന്ന് അറിഞ്ഞിട്ടും കെട്ടാൻ തയ്യാറായിട്ട് വരിക. അങ്ങനെ ഒത്തു വന്നപ്പോൾ ഇപ്പോൾ നിന്റെ കാര്യം ആലോചിച്ചപ്പോൾ അമ്മാവൻ അങ്ങോട്ട് നടത്തിയെന്നേ ഉള്ളൂ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലും പോകേണ്ട നിന്റെ വായി നോക്കിയിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ അറിഞ്ഞ. അമ്മാവൻ ഒന്നില്ലെങ്കിലും സർക്കാർ ജോലിയിലിരുന്ന് റിട്ടയർഡ് ആയ ആളല്ലേ? അമ്മാവൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ട് നടത്താൻ. എന്നിട്ടിപ്പോ എവിടെയാവേ? എനിക്കറിയില്ല. അവിടെ ഇവിടെ കറങ്ങി നടക്കലാണ്. വരുന്നു. അമ്മാവ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ അമ്മാവ. വന്നിട്ട് കുറച്ചേരായി. എവിടെയായിരുന്നു? ഞാൻ പുറത്തേക്ക് പോയതാ. പുറത്തേക്ക് പറഞ്ഞ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കണം അമ്മാവ. ഒരു പണിയില്ലല്ലോ. പണിക്കൊന്നും പോണ്ടേ ചെയ്തോളാണെങ്കിൽ? പോണം. ഞാനൊരു സെക്യൂരിറ്റിക്കാരന്റെ ജോലി പറഞ്ഞിരുന്നു. അതെന്താ പോകത്ത്? ഇപ്പൊ അത് അവിടെ രാത്രി ഉറക്കൊഴിക്കണ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കൊഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ല, ഉറങ്ങേണ്ട സമയല്ലേ. വേറെന്തെങ്കിലും ഒരു പണിക്ക് നോക്കിക്കൂടെ? അപ്പോ വേറെ നോക്കണം. നാളെ ആവട്ടെ. ഗൾഫിൽ നീ എന്ത് പണി എടുത്തിരുന്നത്? അവിടെ 6 മാസമായതിനെ പോയത്, വിസിറ്റിംഗ് വിസേ. അപ്പൊ അതിനുള്ളിൽ വേറെ ഒന്നും ശരിയായില്ല പോയടുത്തൊന്നും. പിന്നെ ഒരു 6 മാസം കൂടി അവർ കൂട്ടുകാരൊക്കെ കൂടി നിന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് അവരെ കൂടെയായിരുന്നു. അപ്പൊ അത് ശരിയായില്ല എന്ന് കണ്ടപ്പോ പിന്നെ അവര് പറഞ്ഞു എന്നാ പിന്നെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ പോരുണ്ടായത്. അവിടെ ഇങ്ങനെ ഈ 6-12 മാസം വെറുതെ നിൽക്കായിരുന്നില്ലേ? അല്ല, പണി അന്വേഷിക്കും. നാളെ പോവാ പറഞ്ഞിങ്ങനെ നിന്ന് അല്ലേ? അല്ല, പൂവാച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോ ശരിയായില്ല. ശരിയാവില്ല. ഈ നാളെ എന്നുള്ള മാറ്റിട്ട് ഇന്ന് വല്ല പണി അന്വേഷിച്ചപ്പോ കൂടെ എനക്ക് പോണം. നാളെ ആവട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ഒരു പണി കണ്ടുപിടിക്കണം എന്നില്ല. അല്ല, പോണല്ലോ മണ്ടു. പോണല്ലോ. ആരോട് പറയണം? ഞാൻ ഇറങ്ങാൻ നോക്കുന്നു. അല്ല, ചായ കുടിച്ചിട്ട് പോവാമോ? ചായ എടുത്തില്ലേ? വേണ്ട ഞാൻ കുടിച്ചു. അല്ല, ചായ കുടിക്കോ? അല്ല, 2 ചായ എടുത്തോ, എന്നാ എനിക്കും കുടിക്കാലോ. എടുക്കണില്ലേ?
ആ വന്നോ വാ ആ മണ്ടോതിരിയോ എന്തുണ്ട് സാറേ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. സർട്ടിഫിക്കറ്റ് അത് തന്നല്ലോ 6 മാസമായല്ലേ ഉള്ളൂ. അല്ല 1 വർഷമായി. 1 വർഷമായോ? ആയി. അയ്യോ ഇത്ര പെട്ടെന്നാ കാലം പോണത്. ഹാ. ആ എന്താണ് മറ്റേ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കോപ്പി ഉണ്ട്. ആ ശരി. എന്ത് പറയണു സുഖം സാറ്? സുഖം. ആ സുഖമായിട്ടിരിക്കും. ശരി അന്വേഷണം പറയൂ സാറിനോട്. ആ ശരി. നമസ്കാരം സാർ. നമസ്കാരം. എന്താ വണ്ടി? അതെ ഞാൻ ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു. കിട്ടിയായിരുന്നു. ആ കിട്ടി. ഓക്കെ. ശരി എന്നാ. ആ കുഴപ്പമില്ല അതവിടെ വെച്ചാൽ മതി. കുഴപ്പമില്ല സാർ. ഇല്ല താഴെ വെച്ചോ കുഴപ്പമില്ല. ആ ശരി ആ. കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ഇരിക്കൂ. എന്താ കാണിച്ചത് അവിടെ? ഒരു തിരിഞ്ഞപ്പോ കണ്ടില്ല. എന്താ സാറേ. നമസ്കാരം. സാറേ ഞങ്ങളുടെ ഒരു സ്ഥലം ഈ ഡേറ്റാ ബാങ്കിൽ കയറി കിടക്കുകയാണ്. അപ്പൊ അതത് ക്ലിയർ ചെയ്യാനായിട്ടൊരു അപേക്ഷ കൊടുത്തിരുന്നു. അത് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല എനിക്ക് കുഴപ്പമില്ല. ഇതാണ് സാറേ. ഏതാ വാർഡ്? 6-ാം വാർഡ് സാറേ. വീട്ടുപേര്? തടത്തരികത്ത് വീട്. പേര്? മന്മഥൻ. ഇതില് മന്മഥന്റെ പേരിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ല സ്ഥലം എന്റെ പേരില. സ്ഥലം നിങ്ങളുടെ പേരിലാണ്. പിന്നെ നിങ്ങൾ തന്നെ ചാടി കയറി പേര് പറഞ്ഞത്? സാർ പേര് ചോദിച്ചപ്പോ പേര് പറഞ്ഞല്ലോ. അത് മര്യാദയല്ലേ സാറേ? നിങ്ങളുടെ പേരെന്താ? എന്റെ ഒരു മൊയ്തു PP. ഞാൻ അഡ്രസ് പറയണോ? അത് നേരത്തെ ഞാൻ പറഞ്ഞു. അത് തടത്തരിക. അത് പുള്ളിയുടെ തന്നെ. സർവേ നമ്പര്? സർവേ നമ്പർ അപേക്ഷ ഉണ്ടാവും. അത് നോക്കി നോക്കി. ആദ്യം അതങ്ങ് നോക്കിയാൽ മതിയായിരുന്നല്ലോ. മതിയേനി. എനിക്ക് കൗത്തിന് വയ്യാത്തോണ്ടേ. വന്നോ? ഇതിന് മൊയ്തു. ഉണ്ടോ? ഏറ്റവും അടിയിലാണല്ലോ കിടക്കണേ. അല്ലോ സാറേ നമുക്കൊന്ന് മേളിലോട്ട് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മേളിലോട്ട് സമയമാകുമ്പോ എടുക്കും. അല്ല അങ്ങനെയല്ല സാറേ. ഈ അപേക്ഷ ഒന്ന് മുകളിലേക്ക് ആക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതിന് വകുപ്പൊന്നുമില്ല. അത് അതിന്റെ ക്രമപ്രകാരം നടക്കും. അല്ല സാറേ ക്രമം തെറ്റിച്ച് നമുക്ക് മേളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ഞങ്ങൾ അതും കൊടുത്തിരുന്നു ഇവിടെ. സാറന്ന് ഇല്ല. ലീവാ. എവിടെ കൊടുത്തു? ഇവിടെ സ്റ്റാഫിന്റെ കൊടുത്തിരുന്നു ഇവിടെ ഉള്ള. അതൊന്നും നടക്കില്ല. അതെങ്ങനെ നടക്കും? ഈ അർജന്റ് പെറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓൺലൈനിൽ വേണം അപേക്ഷിക്കാൻ. അല്ല ഞങ്ങൾ കർലാസിലാ കൊടുത്ത്. അത് പറ്റില്ല. അത് ഓൺലൈനിൽ അപേക്ഷിക്കണം. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ വരും. അതിൽ ആ ഓപ്ഷനിൽ കാണിക്കണം നിങ്ങളുടെ അർജൻസി എന്താന്നുള്ളത്. അത് ഈ അക്ഷയക്കാര് ഞങ്ങളോട് അതൊന്നും പറഞ്ഞില്ല. അതല്ലേ അത് പേപ്പറിൽ തരുന്ന നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനുള്ള ഉത്തരവില്ല. അക്ഷയയിലൊക്കെ ചെന്ന് അവരുടെ രീതി ഒന്നും കറക്റ്റ് അല്ല. ഞങ്ങളെ ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തേനെ. സാർ എന്തെങ്കിലും ഒന്ന് കാട്ടാൻ പറ്റുമോ സാറിന്? സാറെന്ന് വിചാരിച്ചാ ഇല്ല ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ ഇപ്പൊ ഈ മണ്ടോദരിക്ക് സാർ ഇപ്പൊ കൊടുത്തല്ലോ. മണ്ടോദരിക്ക് ഇപ്പൊ സാർ പെട്ടെന്ന് കൊടുത്തല്ലോ. അതിനെന്താ പ്രശ്നം? അല്ല നിങ്ങളിത് ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമേ ശരിയാക്കി കൊടുക്കുള്ളൂ. നമ്മൾ പുരുഷന്മാർക്ക് ശരിയാക്കി കൊടുക്കൂലേ? പരിഗണന നമുക്ക് ഒന്നുകൂടെ. അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവര് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ കൊടുത്തത്. അവരൊരു വിധവയാണ്. മരിച്ചു പോയിട്ടുള്ള ഭർത്താവിന്റെ ഫാമിലി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാ. അത് വേണം നിങ്ങൾക്ക്? വിധവയോളോ? കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് സാറേ പറയണ? അത് അറിഞ്ഞൂടെ? ഇല്ല എന്റെ സുഹൃത്തെ, അത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. സുഗതൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഇവിടുന്ന് പെൻഷൻ പറ്റിപ്പോയി. ഈ ചെയറിൽ നിർത്ത കക്ഷിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. അറിയാത്ത കാര്യങ്ങൾ പറയാം. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അവരെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കണ ശീതളൻ എന്ന് പറഞ്ഞ ആളിനെ. സാർ അവരാദ്യം കല്യാണം കഴിച്ചിട്ട് ഒരു അധ്യാപകൻ മരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ് ശീതളൻ. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന. ശീതളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ളൂ. നിങ്ങൾ ഓളെ മുഖം കണ്ടോ? ഒരു വിധവേന്റെ മുഖമാണ് മുഖച്ചായാണ് ഓൾക്ക്. ഓള് ഫുള്ള് ഹാപ്പിയാണ്. ഒരു പ്രകാശമില്ല ഓളെ മുഖത്ത്. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ സാർ. കഴിച്ചെന്ന് സുഖമായിട്ട് ജീവിക്കുകയാണ്. നമ്മള് കാണുന്നല്ലേ? അവര് കല്യാണം കഴിച്ച് അവര് എല്ലാ ദിവസവും പുറത്തു പോകുന്നുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങള് കാണുന്നതല്ലേ? അയ്യോ അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം ചോദിക്കാണ്ടോ? സാറിനെ പറ്റിച്ചു. സാറേ ഇതിപ്പോ സാറിന് പറ്റിയൊരു വീഴ്ചയാണല്ലോ. അല്ല അതെ അത് അങ്ങനെയാണെങ്കിൽ അത് നോക്കണം സാറേ. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്ന് പൊതുജനങ്ങളെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ കല്യാണം കഴിച്ചത് ഏത്, കഴിക്കാത്ത ഏത്, വിധവ ഏത്, ഒളിച്ചോടി പോയത്, ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ് ഞങ്ങള്. ഒരു വാക്ക് പറയണ്ടേന്ന്. കുഴപ്പമില്ല. ഇവരൊക്കെ
വാട്സപ്പിൽ നമ്മുടെ നാട്ടിലൊരു ഗ്രൂപ്പിലേക്കൊക്കെ പോയ നിങ്ങൾക്ക് മോശമാട്ടോ. ചുമ്മാ അല്ല ഞാൻ ചെയ്യണല്ല, ചെയ്ത് കളയരുത് പറയാണ് ഞാൻ. സാറ് നമുക്ക് വേണ്ടൊന്നും ചെയ്തു തരും അല്ലേ സാറേ? അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പേപ്പർ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കാൻ ഇനിയിപ്പോ വലിയ ബുദ്ധിമുട്ട് അല്ല അതൊരു 2 ആഴ്ച പിടിക്കും കേട്ടോ. 2 ആഴ്ചക്ക് എടുക്കും. അല്ല ഒരു കാര്യം ചെയ്യ്, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാ. സാറേ ഈ 4 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ട് അത് ശരിയായില്ലേ പിന്നെ ഇവനൊരു കുഴപ്പമില്ല, ഈ ചുമ്മാ വാട്സാപ്പിൽ മെസ്സേജ് ഇല്ല, അതൊന്നും ചെയ്യണ്ട. സാറ് ചെയ്യല്ലോ. ഒരബദ്ധം ഇപ്പൊ ഏത് പോലീസുകാരൊക്കെ വില്ലേജ് കൃഷി ഓഫീസർക്കും പറ്റുമല്ലോ. അപ്പൊ എല്ലാം സാർ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് ശരി. അപ്പോളേ ശീതള എന്നാണ് അവളെ പുതിയ ഭർത്താവിന്റെ പേരിട്ടോ. ശീതളൻ. സാറൊന്ന് അന്വേഷിച്ചു. ശരി, നമുക്ക് ഇതൊന്നോട്ട് എടുത്തിച്ചാലോ? ഒരു സെക്കൻഡ് ഒന്നിട്ട് വന്നേ. എന്താ സാറേ? നിങ്ങളോട് ഞാൻ എപ്പോ വരാന്നാ പറഞ്ഞേ? 4 ദിവസം കഴിഞ്ഞിട്ട്. വേണ്ട, വൈകിട്ട് പോന്നു. 4 മണിയാകുമ്പോൾ പോന്നു കേട്ടോ. ഇന്ന് 4 മണിക്കോ? ഇന്ന് 4 മണിക്ക് വരട്ടെ? അല്ലെങ്കിൽ ഇന്ന് 4 മണി ആക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും. 2 ദിവസം? 2 ദിവസം കേട്ടാ. 4 ദിവസം കണ്ട സാർ കുറച്ച് സമയം എടുത്തോളി, എന്നാലും വേണ്ടില്ല. ഓ എടാ 2 ദിവസം കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത് അറിയാതെ അബദ്ധത്തിൽ പോകണം. സാറ് പറഞ്ഞ സമയം വരെ ഞാൻ സൂക്ഷിച്ചോളാം. കാരണം ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പോസ്റ്റുകളൊക്കെ ഞാനാ, എനിക്കറിയാം, പുള്ളിക്കത് അറിയില്ല, പറഞ്ഞു തരാൻ അറിയാം. അതുകൊണ്ട് അത് പേടിക്കണം. എന്ത് പറ്റിയ കഴുത്തിന് കൗത്തൊന്ന് വിളിക്കതാ. അത് നമ്മുടെ വില്ലേജ് ഓഫീസിലെ ഒരു കരമടച്ച രസീത് ചോദിക്കാൻ വേണ്ടി അവിടെ വില്ലേജ് ഓഫീസർ ഇച്ചിരി മുട പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഒന്നുള്ളതായി വില്ലേജ് ഓഫീസറെ കൈ ഒടിഞ്ഞ് പുള്ളിയുടെ കഴുത്ത് വിളിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി. പക്ഷെ കൃഷി ഓഫീസർ അങ്ങനെ അല്ല. ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.